നമസ്കാരം. ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം വിഷുഫലമാണ് പറയുന്നത്. അതായത് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമെന്ന് നോക്കാം. ഇതിൽ ഈ വർഷം അതായത് 2026 ഡിസംബറിനകം ഗ്രഹമാറ്റമുണ്ട്. അതായത് ജൂൺ 1 വ്യാഴമാറ്റം, ഡിസംബർ 6 രാഹുകേതുക്കൾ മാറ്റം. അപ്പോൾ ഓരോ രാശിക്കാർക്ക് എന്താണ് ഗുണഫലം? അപ്പോൾ നമുക്ക് ഇത് നോക്കുന്നത് ഗ്രഹമാറ്റം. അപ്പോൾ നമുക്ക് വിഷുഫലം ആണെങ്കിലും ഗ്രഹമാറ്റം കൂടെ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ആദ്യം നോക്കുന്നത് അശ്വതി, ഭരണി, കാർത്തികകാലി. ഇവർക്ക് നിലവിൽ 7 ശനിയുടെ തുടക്കമാണ്. 12 ശനിയുടെ സ്ഥിതി. ഒരു മാസം സൂര്യൻ്റെ സ്ഥിതി മേടത്തിലാണ്. അപ്പോൾ നമുക്ക് മേടത്തിൻ്റെ 5ാം ഭാവാധിപനായ സൂര്യൻ മേടത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബഹുവിശേഷമാണ്. പിന്നെ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി മേടത്തിലാണ്. അപ്പോൾ പ്രത്യേകതയുള്ള സമയമാണ് ഈ സമയം. അശ്വതി, ഭരണി, കാർത്തികകാലിന് കുറേ തടസ്സങ്ങൾ അനുഭവിച്ചു. 12 ശനിയുടെ സ്ഥിതി 2ാം ഭാവം ദൃഷ്ടി വരികയാൽ നമുക്ക് ശുഭച്ചിലവിനേക്കാളും അല്ലാത്ത ചിലവുകൾ, അതായത് ഹോസ്പിറ്റൽ ചിലവാണ് കൂടുതലും വന്നത്. ഇപ്പോൾ മാതാപിതാക്കൾക്കാണെങ്കിലും അച്ഛനമ്മയ്ക്കാണെങ്കിലും കുറേ അസുഖ നിമിത്തം ഹോസ്പിറ്റൽ വാസം, മരുന്നിൻ്റെ ചിലവ്, അതായത് മെഡിസിൻ ചിലവൊക്കെ വന്നായിരുന്നു. പിന്നെ അലച്ചിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലും നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു ബിസിനസ് മേഖലയാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ഇത്യാദി വന്ന് നമുക്ക് കുറച്ച്, അതായത് ജോലി ഭാരം കൂടുക ഈ സമയം, ഉറക്കക്കുറവ്. അപ്പോൾ ശനിയുടെ ഒരു 12 ആധിക്യമാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഈ വിഷുഫലം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ജൂൺ 1 മുതൽ ഒരു വർഷക്കാലം കർക്കിടകത്തിൽ വ്യാഴൻ്റെ സ്ഥിതി മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. അപ്പം തൊഴിൽ സ്ഥാനം ദൃഷ്ടി വരും. 10ാം ഭാവം ദൃഷ്ടി വരുന്നത് ബഹുവിശേഷമാണ്. തൊഴിൽ മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ തൊഴിൽ മേൻപടും എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ പോകാനുള്ള അവസരം കാണുന്നു. ചിലവർക്ക് എക്സ്പോർട്സ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വ്യാപാരം കൂടാനും ബിസിനസ് മികവ് വരാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്ക് 4 വ്യാഴൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. അപ്പോൾ വിഷുഫലം പറയുമ്പോൾ നമുക്ക് ഗ്രഹം ഉൾപ്പെടുത്തിയേ പറയാൻ പറ്റുള്ളൂ. ഗ്രഹങ്ങളുടെ മാറ്റം ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ അതായത് പ്രായമായവരുണ്ടെങ്കിൽ ഇവർക്കൊക്കെ 4 വരുന്ന വ്യാഴൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. കുടുംബക്ഷേത്ര വഴിപാട് നടത്താനുള്ള യോഗം കാണുന്നു. കുടുംബക്ഷേത്രത്തിലെ വ്യയം എന്ന് ഉദ്ദേശിക്കുന്നത് വ്യയച്ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുംഭാഭിഷേകം, ക്ഷേത്ര കുംഭാഭിഷേകം, ഈ ഇത്യാദി കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, മഹാക്ഷേത്ര ദർശനമൊക്കെ പോകാനുള്ള അവസരം കാണുന്നു പ്രായമായവർക്ക്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവ്, അതായത് ഇപ്പം പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ്. പിന്നെ പരിഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് മേടക്കൂറുകാർക്ക് ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുന്നതും, അത് ഒരു മാസത്തിൽ ജന്മനക്ഷത്രത്തിന് വൃദ്ധസദനത്തിലൊക്കെ ഫുഡ് കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. ഇടവക്കൂറിൽ വരുന്ന വിഷുഫലമാണ് പറയുന്നത്. ഇടവക്കൂറുകാരിൽ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരാര ഇവർക്ക് ഈ വർഷം മുഴുവൻ അനുകൂല സമയമാണ്, ദോഷവശ അല്ല. അതായത് 10ലാണ് രാഹുവിൻ്റെ സ്ഥിതി, 11 ശനിയുടെ സ്ഥിതി വളരെ അനുകൂലമാണ്. ജൂൺ 1 ശേഷം വ്യാഴം 3 ഉച്ചഭാവം ആയതിനാൽ ദോഷവശമല്ല. പിന്നെ ചെവിക്ക് എന്തെങ്കിലും കേൾവിക്ക് പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ നക്ഷത്രത്തിലുള്ളവർക്ക് ചെവി പ്രശ്നം, കേൾവിക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ഈ കാലയളവ് പുറത്തു പോയി നിന്ന് പഠിക്കാനുള്ള യോഗം കാണുന്നു. അതും മെഡിക്കൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. പിന്നെ ചിലർക്കൊക്കെ വിദേശ യോഗം കാണുന്നു, അത് ജോലി നിമിത്തം. അപ്പോൾ നമുക്ക്
ജൂൺ 1 മുതൽ 3 വ്യാഴൻ്റെ സ്ഥിതി. അപ്പം മറവ് സ്ഥാനം എന്ന് പറയും. ഇതിൽ വിവാഹാദി കാര്യങ്ങളിലൊക്കെ ഇടവക്കൂറുകാർക്ക് തടസ്സമാണ് കാണുന്നത്. ഈ ഒരു വർഷക്കാലയളവ് നിങ്ങൾ അത് മാറ്റിവെക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ നടത്താം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഈ വർഷം മുഴുവൻ, അതായത് 11 ശനിയുടെ സ്ഥിതി മീനത്തിലാകിയാൽ നമുക്ക് ഈ വർഷം മുഴുവനും ലാഭവിഹിതം കൂടും. പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും ഇപ്പം ഏത് മേഖലയാണെങ്കിലും ശനിയുടെ സ്ഥിതി നമുക്ക് 11 ദോഷവശമല്ല. രാഹു 10 എന്തെങ്കിലും മാറി ചിന്തിച്ച്, ഇപ്പം ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മാറ്റി ചിന്തിക്കാന്നുള്ളവർക്ക് മാറ്റി ചിന്തിക്കാവുന്നതാണ്. ബിസിനസ് മാറി ചിന്തിക്കാം, ദോഷവശമൊന്നുമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് എങ്ങനെ. അപ്പം മിഥുനത്തിലെ വിഷുഫലമാണ് പറയുന്നത്. അതായത് ഈ വരുന്ന 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. അപ്പം മിഥുനക്കൂറുകാർക്ക് ഈ വർഷം, അതായത് വിഷുഫലത്തിൽ ഈ വർഷം നമുക്ക് വളരെ ഗുണഫലമാണ് കാണുന്നത്, ദോഷവശമല്ല. ജൂൺ 1 ശേഷം വ്യാഴം 2 വരുന്നത്. അപ്പോൾ കുടുംബത്തിൽ ശുഭകാര്യം നടക്കാനും കുട്ടികളെ കൊണ്ടുള്ള, അതായത് മക്കളെ കൊണ്ടുള്ള യോഗമാണ് കാണുന്നത്. ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മകേര, തിരുവാതിര, പുണർതമുക്കാൽ ഇവർക്കാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം, അതും മെഡിക്കൽ പഠനം, ഇവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹാധികാരങ്ങൾ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗവും കാണുന്നു ഈ നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ചിലവർ പറയുകയാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് 4 വർഷമായി കുട്ടികളില്ല, അവർക്കൊക്കെ ഈ കാലയളവ് കുട്ടികൾ കിട്ടാനുള്ള, അതായത് പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗം. ബിസിനസ് മേഖലയിലുള്ളവർക്കാണെങ്കിലും മിഥുനത്തിന് 10ാം ഭാവാധിപനായ ഗുരു ഉച്ചഭാവത്തിൽ വരുന്നത് വളരെ വിശേഷമാണ്. പിന്നെ 10 ശനി കണ്ടകനെന്ന് പേടിക്കേണ്ട. നമുക്ക് നീരാജന വഴിപാട് ഒരു മാസത്തിൽ ഒരു ശനിയാഴ്ച നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ പഠന മികവ് തെളിയിക്കും, അത് മെഡിക്കൽ ഫീൽഡ്. പിന്നെ പുറത്ത് പോയി പഠിക്കാനുള്ള യോഗം കാണുന്നു ചില കുട്ടികൾക്ക്. അത് ജാതകത്തിലും കൂടെ അനുകൂല സമയമാണെങ്കിൽ പുറത്ത്, അതായത് ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ UK, US പോലുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള യോഗം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടക്കൂറ്. കർക്കിടക്കൂറിൽ വരുന്ന പുണർദം, കാൽ, പൂയം, ആയില്യം. അപ്പോൾ വിഷു ഫലമാണ് പറയുന്നത്. ഈ വരുന്ന 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. അപ്പോൾ ഇവർക്ക് ഈ കാലയളവ്, അതായത് നമുക്കിപ്പോൾ 12 വ്യാഴൻ്റെ സ്ഥിതി, ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹ സ്ഥിതി, അതായത് ശനി ഭാഗ്യസ്ഥാനത്താണ്, അത്ര യോഗമല്ല, ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ ഇനിയിപ്പോൾ 12 വ്യാഴൻ്റെ സ്ഥിതി രാശിയിൽ വരെയാണ്. അപ്പോൾ കർക്കിടക രാശിക്ക് അത്ര ദോഷകാരകനല്ല വ്യാഴം. എന്നാലും ജന്മരാമർ വനത്തിലെ, ജന്മരാശിയിൽ വ്യാഴം വരുമ്പോൾ വനത്തിലകപ്പെട്ടതുപോലെ ആവും. അത് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും വരാനുള്ള അവസരം കാണുന്നു ജൂൺ 1 ശേഷം. എന്തിനും ഒരു സമാധാനം വേണം. ഇപ്പം ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധ പുലർത്തണം. നമുക്ക് ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സ്ഥിതി അനുകൂലമല്ല. ഗസ്സിങ് തെറ്റും. എന്ത് ഗസ്സിങ് നമുക്ക് തെറ്റാനുള്ള അവസരമാണ് കാണുന്നത്. പിന്നെ 2 ചിങ്ങത്തിലെ കേതുവിൻ്റെ സ്ഥിതി, 8 രാഹുവിൻ്റെ സ്ഥിതി നമുക്കത്ര നന്നല്ല. ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. അപ്പോൾ നമുക്ക് ഈ 12 രാശിയിലും കർക്കിടക രാശിക്കാർ വളരെ ശ്രദ്ധ വേണം ഈ കാലയളവ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പഠന മികവ് തെളിയിക്കാനുള്ള അവസരം കിട്ടില്ല. ചില ഓർമ്മക്കുറവ് വരാനുള്ള അവസരം, അതായത് പഠനം നിൽക്കുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള കുട്ടികളൊന്ന് പറയും, കംപ്ലൈൻറ്റ് പറയും. അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പരിഹാരാർത്ഥം വിദ്യാസൂക്തം കൊടുക്കുന്നത് ദോഷാകാഠിന്യം കുറയ്ക്കും. പിന്നെ 12 വ്യാഴം ഇനിയിപ്പം ജൂണിന് രാശിയിൽ വരുന്നത് ശ്രീ ഗുരുഭഗവാന്, അതായത് നവഗ്രഹ സന്നിധി ഗുരുഭഗവാന് നെയ്ദീപ വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് ലാഭവിഹിതം കുറയും, ഗസ്സിങ് തെറ്റും. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പിന്നെ വാഗ്ദാനങ്ങളിൽ പോയി പെടാതിരിക്കുക. ധനനിമിത്തം പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നമുക്ക് മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി 10ാം ഭാവം സ്ഥിതി ചെയ്യാണ്. അത് 40 ദിവസമാണ് സഞ്ചാരം. ഈ ഒരു കാലയളവ് നമുക്ക് ചെറിയ ഒരു മാറ്റം,
ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം കിട്ടാനോ അല്ലെങ്കിൽ കുടുംബ വീതം കിട്ടാനുള്ള യോഗം കാണുന്നു. വിവാഹാദി കാര്യങ്ങളിൽ ഈ സമയവും നമുക്ക് അത്ര നന്നല്ല. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹം നടത്താനുള്ള യോഗം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. അപ്പോൾ വിഷുഫലമാണ് പറയുന്നത് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. അന്ന് ചതയം 2-ാം പാദം കുംഭക്കൂറാണ്. അപ്പോൾ ചിങ്ങത്തിൽ വരുന്ന മകം പൂരം ഉത്തരം കാലിവർക്ക് ഈ വർഷം, അത് ജൂൺ വരെ 11-ലാണ് വ്യാഴൻ്റെ സ്ഥിതി, 8-ലാണ് ശനിയുടെ സ്ഥിതി. അപ്പോൾ നമുക്ക് കഷ്ടതയാണ് ഇപ്പം ഈ കാലയളവ്. അഷ്ടമശനി എന്ന് പറയും. അഷ്ടമശനി ദോഷകാരകനാണ്. 7-ാം ഭാവാധിപനായ ശനിയുടെ സ്ഥിതി 8-ലാകയാൽ നമുക്ക് ദോഷമാണ്. എന്തായാലും ജൂൺ 1 വരെ കാത്തിരിക്കുക. വ്യാഴൻ 12-ൽ വന്ന് ദൃഷ്ടി വരികയാണ് ശനിക്ക്. അപ്പോൾ ദോഷകാഠിന്യം കുറയ്ക്കും. എന്തായാലും 12-ൽ വരുന്നത് എന്തെങ്കിലും നേർച്ചാദി കാര്യങ്ങൾ, ഇപ്പം പള്ളിയിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും എന്തെങ്കിലും നേർച്ച കാര്യങ്ങളുണ്ടെങ്കിൽ നടത്തിക്കൊള്ളുക. അത് നമുക്ക് തടസ്സം ചെയ്യും. പിന്നെ പഠന വിഷയത്തിലാണെങ്കിലും വ്യാഴം 12-ൽ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്താനുള്ള യോഗം. പോയാലും നമുക്ക് അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാനുള്ള അവസരം കാണുന്നു. മറ്റു ദോഷവശമൊന്നുമില്ല. വിവാഹാദി കാര്യങ്ങളിൽ നമുക്ക് ജൂൺ കഴിഞ്ഞാലും തടസ്സമാണ് കാണുന്നത്. 1 വർഷ കാലയളവ് വിവാഹാദി കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് നല്ലതാണ്. പിന്നെ ജാതകത്തിൽ ഓക്കെ ആണെങ്കിൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജാതകത്തിൽ വിവാഹാദി സമയം ഓക്കെ ആണെങ്കിൽ വിവാഹം നടത്തുന്നത് നന്നാണ്. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി രുചക യോഗം സംഭവിക്കുകയാണ്. അത് 9-ലാണ്. അപ്പം 10-ൽ വന്നാലും രുചയോഗം സംഭവിക്കുള്ളൂ. എന്നാലും നമുക്ക് 9-ൽ വരുന്നത് പിതാവിങ്കിൽ നിന്നുള്ള എന്തെങ്കിലും ധനസഹായം വരാനുള്ള അവസരം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർ. കന്നിക്കൂറിൽ വരുന്ന ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര, ഇവർക്ക് ഈ വിഷുഫലം, അതായത് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. നമുക്ക് ഈ കാലയളവ് ഈ ഒരു മാസം, അതായത് 8-ലെ സൂര്യൻ്റെ സ്ഥിതി നമുക്ക് അത്ര നന്നല്ല. ചെറിയ അരിഷ്ടതകൾ ഉണ്ടാക്കാനുള്ള അവസരം കാണുന്നു. അപ്പം 2-ാം ഭാവം ദൃഷ്ടി വരികയാണ്. എന്തെങ്കിലും നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വസ്തു തർക്കം ഉണ്ടെങ്കിലും അത് നമുക്ക് തീർപ്പാവാനുള്ള അവസരവും കാണുന്നു. അപ്പം മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി മേടത്തിലാണ്. അപ്പോൾ 8-ാം ഭാവം കുജനും സഞ്ചരിക്കുകയാണ് ആ കാലയളവ്. അപ്പോൾ ഈ വർഷം നമുക്ക് ജൂൺ 1-ന് ശേഷം 11-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. അപ്പോൾ ജലരാശി. അപ്പോൾ എന്തായാലും നമുക്ക് ജൂൺ 1 വരെ ചെറിയ അരിഷ്ടത കാണുന്നു. പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. 8-ലെ സൂര്യൻ്റെ സ്ഥിതിക്ക് ശിവഭഗവാന് ജലധാര നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. കുജൻ്റെ സ്ഥിതിയും 40 ദിവസം മേടത്തിൽ സഞ്ചരിക്കുകയാണ് 8-ാം ഭാവം. അപ്പോൾ അതിലേക്കായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം കൊടുക്കുന്നതും ഷഷ്ഠി വ്രതം നോക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ജൂൺ 1-ന് ശേഷം നമുക്ക് അനുകൂല സമയമാണ്. നമുക്ക് 11-ലാണ് ജലരാശിയിൽ ഉച്ചഭാവത്തിലാണ് വ്യാഴൻ്റെ സ്ഥിതി. ദോഷവശമല്ല. വിവാഹാദി കാര്യങ്ങളിലും ജൂൺ 1-ന് ശേഷമാണ് നമുക്ക് നല്ല സമയം വരുന്നത്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. ഇപ്പോൾ ജോലി നിമിത്തമാണെങ്കിലും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ജൂൺ 1-ന് ശേഷം നല്ലൊരു മാറ്റം കിട്ടുകയാണ്. അത് പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ ഉന്നത വിജയം കൈവരിക്കും. അതും മെഡിക്കൽ പഠനം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാരാശിക്കാർക്ക് എങ്ങനെ. തുലാരാശിയിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖവർക്ക് നിലവിൽ ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിൻ്റെ സ്ഥിതി. അപ്പം വിഷുഫലമാണ് പറയുന്നത്. വിഷുഫലം പറയുമ്പോൾ നമുക്ക് ഗ്രഹ ദൃഷ്ടിയും ഗ്രഹസ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 6-ലാണ് ശനിയുടെ സ്ഥിതി. ഇപ്പം ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിൻ്റെ സ്ഥിതി. ഇനിയിപ്പോൾ 10-ാം ഭാവം വരെയാണ് ജൂൺ 1-ന് വ്യാഴം. അപ്പോൾ ഇപ്പോൾ ഒരു മാസം 7-ലാണ് സൂര്യൻ്റെ സ്ഥിതി. അപ്പം ഉഷ്ണഗ്രഹമായ 7-ൽ സൂര്യൻ രാശിക്ക് ദൃഷ്ടി വരുന്നത് ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗം വരാനുള്ള അവസരം കാണുന്നു. പരിഹാരമായിട്ട് ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിൽ ഈ കാലയളവ് നന്നല്ല. ജൂൺ 1-ന് ശേഷം ചിന്തിച്ചാൽ മതി. പിന്നെ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി 7-ൽ വരികയാണ് മേടത്തിൽ. അതും അത്ര നന്നല്ല. അപ്പോൾ എന്തായാലും ജൂൺ 20-ന് ശേഷം
ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹാദി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ഈ കാലയളവ് അത്ര നന്നല്ല. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പഠനത്തിൽ പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. പരിഹാരാർത്ഥം വിദ്യാസൂക്തം കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 10ലെ വ്യാഴൻ്റെ സ്ഥിതി ഉച്ചഭാവത്താകിയാൽ 4-ാം ഭാവം ദൃഷ്ടി വരുന്നത് മുടങ്ങിക്കിടന്ന ഗ്രഹപ്രവേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു വീട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് പകുതിയിലായി നിൽക്കുകയാണെങ്കിൽ ഗൃഹപ്രവേശം നടക്കാനുള്ള യോഗം കാണുന്നു. തടസ്സമില്ല. വീട് വാഹന യോഗമൊക്കെ തടസ്സമല്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി 7ലാണ്. അപവാദങ്ങൾ പരത്തരുത്. മറ്റുള്ളവരെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറ്റം കുറവ് പറയുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചടിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. വ്യവഹാരം, അതായത് നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യരുത് ഈ കാലയളവ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെ. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഇവർക്ക് വിഷുഫലം പറയുമ്പോൾ ഈ വരുന്ന 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം. അപ്പോൾ ഇവർക്ക് 6ലാണ് ഉപജയസ്ഥാനത്ത് എന്ത് നേടിയെടുക്കാനുള്ള സമയം. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ജോലി സാധ്യത, ചിലവർ ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നതായിരിക്കും. വൃശ്ചികക്കുറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ കിട്ടുന്നില്ല ഒന്നും. ഞാൻ 10-20 ടെസ്റ്റൊക്കെ എഴുതി PSC വഴിയും പോയി, ഒന്നും ശരിയാവില്ല. ഈ ഒരു മാസ കാലയളവ് അവസരമാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും ഇവർക്ക് ഈ കാലയളവ്, ഒരു മാസ കാലയളവ് നമുക്ക് അനുകൂല സമയമാണ്, ദോഷവശ അല്ല. പിന്നെ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി 6ൽ വരികയാണ്. അത് നമുക്ക് അനുകൂലമാണ്, ദോഷവശ അല്ല. പിന്നെ ജൂൺ 1 മുതൽ ഒരു വർഷ കാലയളവ് കർക്കിടകത്തിലാണ് വ്യാഴൻ്റെ സ്ഥിതി. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വരെയാണ്, രാശിക്ക് ദൃഷ്ടി വരെയാണ്. ഉച്ചഭാവത്ത് നിന്ന് വ്യാഴൻ രാശിയെ ദൃഷ്ടി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. വിവാഹാദി കാര്യങ്ങളിലൊക്കെ ജൂൺ 1 ശേഷം വളരെ അനുകൂല സമയമാണ്, ദോഷ സമയമല്ല. എന്തുകൊണ്ടും ഈ ഒരു വർഷം, അതായത് വിഷുഫലം പറയുമ്പോൾ 2026 ഫുള്ളും നമുക്ക് യോഗഫലമാണ് കാണുന്നത്, ദോഷവശം അല്ല. പിന്നെ 5ൽ ശനിയുടെ സ്ഥിതി, ഓർമ്മക്കുറവ് വരാനുള്ള അവസരം കാണുന്നു. ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ വിദ്യാമന്ത്രം ഉരുവിടുന്നത് വളരെ നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാസൂക്തം കൊടുക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലി ഇവർക്ക് കണ്ടക ശനിയാണ് ഈ കാലയളവ്. ഇപ്പോൾ 2026 ഏപ്രിൽ 14 മേടരവി സംക്രമം, ചൊവ്വാഴ്ച രാവിലെ 9:32. അപ്പോൾ ഈ രാശിക്കാർക്ക് 5ലാണ്, ബുദ്ധിസ്ഥാനത്താണ് രവിയുടെ സ്ഥിതി. അപ്പോൾ 9ാം ഭാവാധിപനായ രവി ബുദ്ധിസ്ഥാനത്ത് ഉച്ചഭാവത്തിൽ വരുന്നത് വളരെ പ്രത്യേകതയാണ്, ദോഷവശമല്ല. കുട്ടികളെ കൊണ്ടുള്ള മനസ്സന്തോഷം, കുട്ടികൾ അതായത് പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് മോശവശമല്ല. ജൂൺ 1 വരെ 7ലാണ് വ്യാഴൻ്റെ സ്ഥിതി, അത് നമുക്ക് ദോഷമല്ല. പിന്നെ ജൂൺ 1 ശേഷം 8ൽ വ്യാഴൻ മറവാണെങ്കിലും ഉച്ചഭാവത്ത് വരുന്നത് രാശി അധിപനായ വ്യാഴന് ദോഷവശമല്ല. എന്തുകൊണ്ട് നമുക്ക് നല്ലതാണ്. വിവാഹാദി കാര്യങ്ങളൊക്കെ തടസ്സമൊന്നുമില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ലാഭവിഹിതം കൂടാനുള്ള അവസരം കാണുന്നു. അതും ഷെയർ മാർക്കറ്റിലുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ലാഭവിഹിതം കൂടും. ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവർ, ഗോൾഡ് പണയം എടുക്കുന്നവർ ഇവർക്കൊക്കെ ഈ കാലയളവ് വളരെ യോഗമാണ് കാണുന്നത്, ദോഷവശമല്ല. പിന്നെ പ്രൊവിഷൻ സ്റ്റോർ നടത്തുന്നവർ, ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര. ഇവർക്ക് ഈ ഒരു വർഷം, അതായത് 2026 ഏപ്രിൽ 14 മേടരവി സംക്രമം. അപ്പോൾ നമുക്ക് ഒരു വർഷം ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ, നമുക്ക് അടുത്ത ഏപ്രിൽ വരെ ഉണ്ടെങ്കിലും നമുക്ക് ഈ വർഷം നോക്കുകയാണെങ്കിൽ ജൂൺ 1 ശേഷം 7ലാണ് വ്യാഴൻ്റെ സ്ഥിതി. വിഭാഗാധികാരികൾ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്കിനി ഒരു വർഷക്കാലം വിവാഹയോഗം കാണുന്നു. ജോലി സാധ്യത, ഇപ്പോൾ പാർട്ട്ണർ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ, ഒരു കൂട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ്. ബിസിനസ് മേഖലയിൽ വിവാഹാധികാരികളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ജൂൺ 1 ശേഷം വിവാഹയോഗം കാണുന്നു. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും മെഡിക്കൽ പഠനം ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും.
പിന്നെ ബിസിനസ് മേഖല പറയുകയാണെങ്കിൽ അവർക്കും ഈ കാലയളവ് ലാഭവിഹിതം കൂടാനുള്ള അവസരം കാണുന്നു, ദോഷവശമല്ല. പിന്നെ ശനി 3-ലാണ് സ്ഥിതി. ഒരു വാഹനം എടുക്കാനോ ഒരു പുതിയ വീട് വയ്ക്കാനോ ഒരു വസ്തു വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു ജൂൺ 1-ന് ശേഷം. അല്ലെങ്കിൽ കുടുംബ വിഹിതം കിട്ടാനുള്ള യോഗം, അത് നമുക്ക് മെയ് 11 മുതൽ ജൂൺ 20 വരെ 4-ലാണ് കുജൻ്റെ സഞ്ചാരം സ്വക്ഷേത്രനായിട്ട്. അപ്പോൾ വിജയയോഗം സംഭവിക്കുകയാണ് മകരക്കൂറുകാർക്ക്. അപ്പോൾ ഉച്ചഭാവം വരുന്ന മകരക്കൂറിന് ചൊവ്വയുടെ ഈ കാലയളവ് നമുക്കൊരു 40 ദിവസം ഒരു വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ ഒരു വസ്തു വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. അപ്പോൾ 2026 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ചൊവ്വാഴ്ച രാവിലെ 9:32 മേട രവി സംക്രമം. നമുക്ക് എന്തുകൊണ്ടും കുംഭക്കൂറുകാർക്ക് ഈ വർഷം, അതായത് മേടം മുതൽ അടുത്ത മേടം വരെ ദോഷവശമല്ല. ഇപ്പം 2-ലാണ് ശനിയുടെ സ്ഥിതി ആണെങ്കിലും നമുക്ക് മെയ് 11 മുതൽ ജൂൺ 20 വരെ ജയസ്ഥാനത്ത്, അതായത് ജയസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി വളരെ വിശേഷമാണ്. എന്ത് നേടിയെടുക്കാനുള്ള അവസരം. ഇപ്പം നിലവിൽ വ്യാഴം 5-ലാണ്, ഇനി അടുത്ത 6-ൽ സഞ്ചരിക്കും. 6-ലെന്ന് ഉദ്ദേശിക്കുന്നത് ജലരാശിയാണ്. അപ്പം നമുക്ക് ജോലി അന്വേഷിച്ച് പുറത്ത് ജലരാശിയിൽ വരുമ്പോൾ തന്നെ നമുക്ക് കടൽ കടന്നു പോകാനുള്ള ഒരു യോഗം കാണുന്നു കുംഭരാശിക്കാർക്ക്. അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാൽ ഇവർക്ക് എന്തായാലും ജൂൺ 1-ന് ശേഷം പുറത്ത് ജോലിക്ക് പോകാനുള്ള യോഗം കാണുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സ്വദേശത്താണെങ്കിലും കുറച്ച് ദൂരെ ജോലി ചെയ്യാനുള്ള അവസരം. പിന്നെ ഗവൺമെൻറ് ജോലി സാധ്യത, അതും ഈ കാലയളവ്. ഇപ്പോൾ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിൽ മേടരവി സംക്രമം 1 മാസമാണ് മേടത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് 4-ൽ വളരെ അനുകൂലമാണ്, ദോഷവശം അല്ല. വിവാഹാദി കാര്യങ്ങളാണെങ്കിലും 6-ലെ സ്ഥിതി അത്ര നന്നല്ല. നമുക്കൊരു വർഷ കാലയളവ് തടസ്സമാണ് കാണുന്നത്. പിന്നെ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ നടത്താം. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ലാഭവിഹിതം കൂടാനാണ് അവസരം കാണുന്നത്. അതിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വ്യാഴൻ്റെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമാണ്, ദോഷവശം അല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂർ. അപ്പം വിഷു സംക്രമ ഫലം, അത് വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷുഫലം പറയുമ്പോൾ നമുക്ക് ഗ്രഹങ്ങളെ ഉൾപ്പെടുത്തണം. അപ്പം 3 ഗ്രഹമാറ്റമല്ല 4 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ് ഈ വർഷം. അതായത് ഏപ്രിൽ 14-ന് ശേഷം ജൂൺ 1-ന് വ്യാഴൻ്റെ മാറ്റം, ഡിസംബർ 6-ന് രാഹു കേതുക്കളെ മാറ്റം. ഇതൊക്കെ വളരെ അനുകൂലമാണ് മീനക്കൂറുകാർക്ക്. ഡിസംബർ 6-ന് ശേഷം വ്യാഴം ഡിസംബർ 6-ന് ശേഷം സർപ്പനും കേതുവിൻ്റെ സ്ഥിതിയൊക്കെ വളരെ അനുകൂല സ്ഥാനത്താണ് വരുന്നത്. 11-ൽ സർപ്പൻ, 5-ൽ കേതു. വ്യാഴം വരുന്നതാണെങ്കിൽ ജൂൺ 1-ന് ശേഷം 5-ാം ഭാവം വരെയാണ്. അപ്പം രാശിക്ക് ദൃഷ്ടി വരെയാണ്. എന്തുകൊണ്ടും വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും നിങ്ങൾക്ക് വിഷുഫലം, ദോഷവശമല്ല. പുരുട്ടാതി 4, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്. ജന്മശനിയാണെങ്കിലും വ്യാഴൻ്റെ ദൃഷ്ടി വരികയാൽ നമുക്ക് 1 വർഷ കാലയളവ് ജന്മശനിയുടെ ദോഷം അനുഭവപ്പെടില്ല. പിന്നെ മെയ് 11 മുതൽ ജൂൺ 20 വരെ കുജൻ്റെ സ്ഥിതി 2-ൽ വരികയാണ്. ചിലവ് കൂടുന്ന സമയം, 40 ദിവസം വളരെ ശ്രദ്ധിക്കുക. എന്ത് വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. ചിലവരൊക്കെ പെട്ടെന്ന് കടകളിലൊക്കെ പോകുമ്പോൾ, ഷോപ്പിംഗ് പോകുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടും EMI-ൽ. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ EMI അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ, വളരെ സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കാതിരിക്കുക. വീണ്ടും EMI അടയ്ക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ചുരുക്കം പറഞ്ഞാൽ കടം ഉണ്ടാക്കരുത്. വ്യാഴ അനുകൂലമാണെങ്കിലും നിങ്ങൾ ഇന്നും 2-ൽ ചൊവ്വയുടെ സ്ഥിതി 40 ദിവസമാണ്, മെയ് 11 മുതൽ ജൂൺ 20 വരെ. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പണം കയ്യിൽ നിന്ന് പോണതറിയില്ല. വിവാഹാദി കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ കാലയളവ് വിവാഹയോഗം കാണുന്നു, ദോഷവശം അല്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പഠന മികവ് തെളിയിക്കാനുള്ള അവസരം. ഇപ്പോൾ ചിലർക്ക് പുറത്തു പോകാനുള്ള യോഗം, പുറത്തു നിന്ന് പഠിക്കാനുള്ള യോഗം, അത് ഇന്ത്യയിലാണെങ്കിലും കുറച്ച് ദൂരെ നിന്ന് പഠിക്കാനുള്ള യോഗം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ശുഭമസ്തു.